ഷാനവാസ് എന്ന ഗെയിമർ. സോ ആദ്യത്തെ 2 ആഴ്ചയിലും ഷാനവാസിന്റെ ഗ്രാഫ് വളരെ പയ്യായിരുന്നു പൊങ്ങി വന്നോണ്ടിരുന്നത്. പക്ഷെ 3ാമത്തെ ആഴ്ചയായപ്പോ ഫുൾ ഓൺ പവറിലാണ് പുള്ളി വന്നത്. നല്ലൊരു ഗെയിം കാർഡ് ഇറക്കി കോൺഫിഡൻസോടെ നിൽക്കുവാണ് ഷാനവാസ്. എക്സാക്ട്ലി. കാരണം ഷാനവാസ് ആക്ച്വലി ഒരു ചെറിയൊരു സദാചാര ബോധമൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരന് ഈ പറയുന്ന ഗിസേലിന്റെ ഡ്രസ്സ് പോയിട്ട് രേന ഫാത്തിമ ഈ ചെറുപ്രായത്തിൽ ബോയ്ഫ്രണ്ട് ആവുന്നത് പോലും പുള്ളിക്കാരന് ഇഷ്ടമല്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മുടെ ബിൻസിയും ശരത്തും അവിടെ കാണിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അത് പറഞ്ഞ് ഗെയിം, കാരണം ആദ്യത്തെ 2 ഇൻസിഡന്റ്, ഇപ്പൊ ഗിസേലിന്റെ ഡ്രസ് ആണെങ്കിലും രേന ഫാത്തിമയുടെ കേസ് ആണെങ്കിലും ആരും ഏറ്റുപിടിക്കാനില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ 3ാമത്തെ ഇത് വന്നപ്പോഴത്തേനെ വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അനുമോൾ ഈ വിഷയം എടുത്തിരുന്നത്. പുള്ളിക്ക് പവറായി, ഓക്കെ ഇതൊരു ഗെയിം ആയിട്ട് ഇറക്കി അപ്പാനി ശരത്തിനെ പൂട്ടാം. എന്നിട്ടും പുള്ളി പോയിസം പോലാണ് അപ്പാനി ശരത്തിന്റെ അടുത്ത് കൊണ്ട് വെച്ചത്. അതായത് എന്നാ ഒന്നും എടുത്ത് പറഞ്ഞില്ല, ഇങ്ങനെ അനു പറഞ്ഞ പോലെ ആദ്യം ഒന്ന് മൂളി ഇങ്ങനെ ജസ്റ്റ്. അപ്പോഴത്തേക്കിന് അപ്പാനി ശരത്ത് അവിടെ തല കറങ്ങി. ഐ മീൻ അങ്ങനെയല്ല, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ഡാന്ന് വിളിച്ചോണ്ടിരുന്ന ആളെ ഇക്കാന്ന് പറഞ്ഞായി. അപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി ട്രാക്കിലാണ് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവനെയും പൂട്ടാൻ നല്ലൊരു ഗെയിം കാർഡ് ഇറക്കാം. ഈ വീക്കിൽ പുള്ളിക്ക് നല്ല ബൂസ്റ്റ് കിട്ടും. ഒറ്റ എയിമിലാണ് ഈ പറയുന്ന പോലെ നമ്മുടെ അക്ബറിന്റെയും അപ്പാണി ശരത്തിന്റെയും ഗ്രൂപ്പിസം പൊളിക്കുക. ഒറ്റ എയിമിലാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആദില നൂറ വന്നിട്ട് ഈ പറയുന്നുണ്ട് അവർക്ക് ആക്ച്വലി ഫാമിലി, അവർക്കറിയാം ഫാമിലിയൊക്കെ വിട്ട് പിരിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷമം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി, 2 ഫാമിലിനെ അഫക്ട് ചെയ്യുന്ന മാറ്റർ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കേണ്ടേക്ക നമുക്ക് വേറെ ഗെയിംസ് എടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേ ഞാൻ അപ്പൊ ഉടനെ ചുമ്മാതെ പോലും പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ വിടത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം അതും തന്റെ ശത്രുവിനെതിരെ കിട്ടുമ്പോഴത്തേന് വെക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും പുള്ളി പറഞ്ഞു ഇവിടെ ഒരു ഗെയിമാണ് ഞാൻ കളിക്കുന്നത്, ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്, അവനിവിടെ കാണിച്ച് അവനിവിടെ അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഇറക്കാം, അത് പ്രശ്നമില്ല. അല്ലാതെ അതിപ്പോ ഞാൻ പറയുന്നതാണ് പ്രശ്നം, അത് നാട്ടുകാർ കണ്ട് ആ കൊച്ചു വെളിയിലും പോയി, അതൊന്നും പ്രശ്നമല്ല, ഞാൻ പറയുന്നതാണല്ലോ പ്രശ്നം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പോയിന്റ് പറഞ്ഞു. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഷാനവാസ് അൾട്ടിമേറ്റ് മൂഡാണ് ഈ ഒരു വീക്ക് ഫുള്ളായിട്ട്.